മാംസത്തിനും ആഗ്രഹിച്ചു. ബ്രഹ്മത്വം ഉണ്ടായതിന് മുത്തപ്പൻ അല്ലേ, അത് പറച്ച് പാലാഴി ഒഴുക്കിയിട്ട് 8 മടയന്മാരോട് ചേർന്ന് ദൈവമല്ലേ മുത്തപ്പൻ അല്ലേ. എൻ്റെ പാടിയിൽ അടിയന്മാരാണ് മുത്തപ്പൻ അല്ലേ. എങ്കിലും കഥയെല്ലാം പറഞ്ഞ കാലം പോയിക്കൂല്ലേ. അത് അരച്ചു കൊത്തിയില്ല അല്ലേ, മുറച്ചുകൊണ്ടല്ലേ. എന്താ മുത്തപ്പ നിന്റെ കാര്യം നമുക്കോട് പറയാണ്ട് മനസ്സിലെടുത്ത് പറഞ്ഞു കാര്യമായ ഒരു പൂർവ്വതയായിട്ടല്ലേ അല്ലേ. നീ നിന്റെ മനസ്സിലുള്ള ലക്ഷ്യമുണ്ട് അല്ലേ, ആ ലക്ഷ്യമൊന്നും കാണണ്ടല്ലേ. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുപോലെ അടുത്ത ആണ്ടിൽ മുത്തപ്പൻ്റെ കൊടുമുടി കാണുന്ന കണക്കിൽ അല്ലേ, പെരുന്നാളിൽ നിന്റെ കണക്കിലും ഇതുപോലെ കൽപ്പിക്കാൻ ഒരു അവസരം ഭാഗ്യം നിനക്ക് തന്നാൽ പോരെ. ഒരു പഠനം ഇവിടെ വരെയായി അല്ലേ, പഠിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്ത് തന്നെ ആ ഭാഗ്യം നിനക്ക് മുത്തപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. നീ ആശിച്ച ലക്ഷ്യം കാണാൻ സഹായം മുത്തപ്പൻ തന്നാൽ പോരെ. ബുദ്ധിമുട്ട് വരുത്തുക. നിലക്ക് നിന്നാൽ മലക്ക് സമന്ന മുത്തം പറയും. നിലക്ക് നിൽക്കണേ. പാകത്തിനടിച്ചാൽ ലോകത്തിന് ഭരിക്കും അല്ലേ. നല്ല മനസ്സുണ്ടാകണം, നല്ല ജീവിതം ഉണ്ടാവണം അല്ലേ. ഇന്ന് കണ്ടതുപോലെ പോലെ അല്ലേ, നല്ല ഐശ്വര്യം ആയിട്ടുള്ള അനുഭവങ്ങൾ അല്ലേ. ഭവനവും വീടും നോക്കണം അല്ലേ. വീട് നോക്കേണ്ട അനുഭവമാണ്, ആൺമക്കളുടെ അനുഭവമാണ് അല്ലേ. അച്ഛനും അമ്മക്കും എല്ലാ സംരക്ഷണം ചെയ്യണം അല്ലേ. അതിനൊരു സഹായം മുത്തപ്പൻ കൂടെ ഉണ്ടാകാൻ വരെ. മധുരാണ് അല്ലേ, നിന്റെ കരം കൊണ്ട് തന്ന പൈകുറ്റിയാണ്. ഇതുപോലെ വാങ്ങാൻ അവസരവും ഭാഗ്യം നിനക്ക് തന്നാൽ പോരെ. നിന്റെ ലക്ഷ്യം പൂർണ്ണമായാൽ അല്ലേ, നീ ആശിച്ചൊരു കാര്യം പൂർണ്ണമായാൽ മുത്തപ്പൻ അല്ലേ ഒരു ഓങ്കാര ശബ്ദം, ഒരു മണി എന്നെ കൊടുക്കണമെന്ന് നിന്റെ കരത്തോണ്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോഴാണ് ഇല്ലാത്തൊരു കാര്യം മുത്തപ്പൻ പറയുന്നത്. പറഞ്ഞ മനസ്സിലായിനാ ഡാഡി പറഞ്ഞു കൊടുത്തേ. തൂക്കുന്നൊരു മണി കൊടുക്കളത്തിൽ കേട്ടോ. ഇതിൻ്റെ കാര്യമെല്ലാം സാധിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്നതിനായിരുന്നു സന്തോഷം കുറവൊന്നുമില്ല അല്ലേ. നല്ല ലക്ഷ്യം ഉണ്ടായിട്ട് തന്നാലും മതി കേട്ടോ. നിന്റെ കണക്കിൽ വേണം മുത്തപ്പൻ കേട്ടോ. അതിനൊന്നും വിഷമമൊന്നുമില്ല, അധികം തന്നൊന്നും വേണ്ട. ആ ഭാഗ്യം നിങ്ങൾക്ക് മുത്തപ്പൻ തന്നാൽ പോരെ. ഐശ്വര്യം മുത്തപ്പൻ കേട്ടോ.